യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 26-ാം തിരുവചനം. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. ശിഷ്യത്വത്തിന്റെ പല പ്രത്യേകതകളെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ശിഷ്യന് ലഭിക്കുന്ന അനുഗ്രഹത്തിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കുന്ന ഒരു വചനഭാഗമാണിത്. ഈശോ യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം തന്റെ ഹൃദയത്തിലെ വല്ലാത്ത വേദനയുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് പറയുന്നതാണ്. തന്റെ മരണം വളരെ അടുത്തെത്തിയിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് അവിടുന്ന് കാണുകയാണ്. ലാസറിനെ ഉയിർപ്പിച്ചതിലൂടെ യഹൂദരുടെ യേശുവിനെ വധിക്കാനുള്ള ആലോചനയെക്കുറിച്ച് അവിടുന്ന് എന്നത്തേക്കാൾ കൂടുതൽ അവബോധമുള്ളവനാണ് എന്ന് മാത്രവുമല്ല, അതിനുള്ള പദ്ധതിയുടെ ഭാഗമായി തന്റെ ശിഷ്യന്മാരിൽ ഒരുവൻ തന്നെ ഒറ്റിക്കൊടുക്കാനായിട്ട് പദ്ധതിയിട്ടിരിക്കുന്നു എന്നും അവിടുന്ന് നന്നായി മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള ഒരാളോട് കൂടെ യാത്ര ചെയ്യുമ്പോഴത്തെ വിഷമത എന്തായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ്. ഒരു സമൂഹത്തിൽ തന്നെ നമുക്ക് വിഷമമുള്ള പെരുമാറ്റോ രീതികളോ ഒക്കെ ഉള്ള ഒരാളുണ്ടെങ്കിൽ ആ ആളുടെ കൂടെ ജീവിക്കല്, ഇടപഴകല്, ഭക്ഷണം കഴിക്കല്, ഉല്ലസിക്കല്, പ്രാർത്ഥിക്കലൊക്കെ എന്തുമാത്രം വിഷമാണെന്ന് സമൂഹ ജീവിതം നയിക്കുന്നവർക്കറിയാം. ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് അറിയാൻ പാടില്ല, കാരണം ഞങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരല്ലേ. അപ്പോൾ അങ്ങനെ ഈ 12 പേരോടുകൂടി ഈശോ നടക്കുമ്പോൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അവിടെ പ്രതികരണങ്ങൾ വ്യക്തമായിട്ട് വരുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഇതിനുശേഷമാണ് തൈലാഭിഷേകം. അപ്പോൾ എന്തിനാണ് ഈ പാഴ്വേല? എല്ലാത്തിനും തന്നെ വിമർശനമാണ്. അങ്ങനെയുള്ള പദ്ധതികൾ മനസ്സിലുള്ളവരുടെ വാക്കുകളിലൂടെ എപ്പോഴും പ്രകടമാകും. കണ്ടതും കേട്ടതുമൊക്കെ വിമർശിച്ചുകൊണ്ടിരിക്കും. അതൊരടയാളമാണ്. സാത്താൻ എന്തുമാത്രം ഒരു വ്യക്തിയിൽ പിടിമുറുക്കിയിരിക്കുന്നതിന്റെ തെളിവാണ്. അപ്പൊ അങ്ങനെ അത് വീടുകളിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അമ്മായിമ്മ മരുമകൾ ബന്ധത്തിലും മക്കള് മാതാപിതാക്കൾ ബന്ധത്തിലും ഒക്കെ ഈ പറഞ്ഞ രീതിയിൽ എപ്പോഴും കുറ്റം കണ്ടുപിടിക്കുന്ന, ആ രീതിയിൽ പറയുന്ന, പ്രതികരിക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അത് തന്നെ ഒരു പ്രത്യേക ലക്ഷണമാണ്. എന്തായാലും അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടുന്ന് മുമ്പോട്ട് നീങ്ങുമ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈശോയെ തേടി തിരുനാളിൽ ആരാധിക്കാൻ വന്ന ഗ്രീക്കുകാര് ബെത്സയിദയിലെ പീലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് പറയുന്നത്, പ്രഭോ ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ അടുത്ത് വരുമ്പോൾ യേശുവിനറിയാം ഇനി അധികം ദിവസമൊന്നും തന്നെ കാണാനായിട്ട് അവർക്ക് സാധിക്കില്ല, ആരും അന്വേഷിച്ചു വരാൻ പോലും സാധിക്കില്ല. അത്തരത്തില് ഉള്ള ദാരുണമായ മരണത്തിന്റെ രംഗങ്ങൾ വ്യക്തമായിട്ട് കാണുകയാണ്. അങ്ങനെ കണ്ടുകൊണ്ടാണ് അവിടുന്ന് പറയുന്നത്, ഇതാ മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായി. അവർക്കതൊന്നും മനസ്സിലാകുന്നതല്ല. മഹത്വപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ യാക്കോബിന് യോഹന്നാനും ഉടനെ തങ്ങൾക്ക് വലത്തും ഇടത്തുമൊക്കെ ഇരിക്കാനായിട്ട് അവസരം കിട്ടുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു ബാവ മരിച്ചപ്പോൾ പിറ്റേ ദിവസത്തിന് 2 സഫ്രഗൻ മെത്രാപ്പൊലീത്തമാരുണ്ടായിരുന്നു പറയുന്നില്ലേ.
രണ്ട് സത്രവൻ മെത്രാപ്പോലീത്ത പറഞ്ഞു ചെന്ന് പറഞ്ഞ പോലെ എപ്പോഴാണ് തങ്ങൾക്ക് ഇതൊക്കെ ലഭിക്കുക എന്ന ചിന്തയല്ലാതെ മറ്റൊന്നും ഈ മഹത്വീകരണം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം 3 വർഷം യേശുവിന്റെ കൂടെ നടന്നെങ്കിലും അവിടുന്ന് പറഞ്ഞ വചനങ്ങളുടെ പൊരുൾ ഗ്രഹിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പസ്തോലന്മാരുടെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥയും ഇതിൽ നിന്ന് അധികമൊന്നും വിഭിന്നമല്ല എന്ന് മനസ്സിലാക്കി തമ്പുരാനെ എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നതാണ്. അങ്ങനെ അവിടുന്ന് പറഞ്ഞു. അതിനുശേഷമാണ് തുടർന്ന് പറയുന്നത്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിൽ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. പക്ഷെ ഇന്നലെ കുർബാന കഴിഞ്ഞ ഉടനെ തന്നെ ഒരു വീട്ടിൽ വരെ പോയി. ഒരാള് അച്ഛൻ എനിക്ക് കുമ്പസാരിക്കുന്നെന്ന് പറഞ്ഞതാ. അപ്പൊ അച്ഛൻ എന്നെ പള്ളിയിലേക്ക് പൊക്കോന്ന് പറഞ്ഞു. വെല്ലച്ച കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, അന്ന് അച്ഛൻ മുറിയിലേക്ക് പോരെ എന്ന് പറഞ്ഞു. മുറിയിൽ വന്ന് അതിന് വിഷമതകൾ കേട്ടപ്പോൾ അച്ഛന് തോന്നി എന്റെ തമ്പുരാനെ എന്തോ ഒരു അവസ്ഥയാണ്. അപ്പൊ തന്നെ അച്ഛൻ നേരെ ആ വീട്ടിലേക്ക് പോയി. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് 9:15 തിരിച്ചെത്തിയത്. അതുകൊണ്ട് നിങ്ങളെ കുറച്ചുകൂടെ കാപ്പിയൊന്നും കുടിക്കാൻ നേരം കിട്ടാനില്ല. അപ്പോൾ അങ്ങനെ ആ വേദനയുടെ അനുഭവങ്ങളുടെ മുമ്പിൽ നിന്നപ്പോൾ അതെ എത്രയോ വലിയ അവസ്ഥകളാണ്. ഈശോ ഇങ്ങനെ അപ്പൊ അങ്ങനെ അച്ഛനോട് ചെന്ന് അവസാനം അവിടുന്ന് പോരാതെ ഒരു വചനം കൂടി പറഞ്ഞു. പല വചനങ്ങൾ പറഞ്ഞു. അവസാനം പറഞ്ഞ വചനം ഹഗ്ഗായി 2:19. അതിൽ തന്നെ 3 വചനങ്ങളുണ്ട്. അതിന്റെ അവസാനത്തേത് ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ളതാണ്. അതിൽ തന്നെ അതിന്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ്, വിത്ത് ഇനിയും കളപ്പുരയിൽ തന്നെയാണോ? സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾക്ക് വീട്ടില് പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ വേണ്ടി വിത്തുകൾ കൊടുത്തുവിടാറ്. അത് ആ പാക്കറ്റിൽ തന്നെ പിറ്റേ കൊല്ലം പാക്കറ്റ് കൊടുത്തു വിടുമ്പോൾ ചില വീടുകളിൽ ഇരിക്കും. ടീച്ചേഴ്സിന് അറിയാതെ അല്ലേ? അപ്പോ അങ്ങനെ ഈ വിത്ത് പാക്കറ്റിൽ തന്നെ ഇന്നൊരു ഉപകാരമില്ല. ഹഗ്ഗായി 2:19 പറയാണ്, വിത്ത് ഇനിയും കളപ്പുരയിൽ തന്നെയാണോ? നമ്മിൽ നിക്ഷേപിക്കപ്പെട്ട ദൈവത്തിന്റെ വചനവും ഇതുപോലെ അത് മുളച്ചു പൊങ്ങാൻ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സുഖ സൗകര്യങ്ങളെ, നമ്മുടെ സമയത്തെ, ആരോഗ്യത്തെയൊക്കെ നമ്മൾ വിട്ടുകൊടുക്കാതിരുന്നാൽ അത് നാം കേൾക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കും. യാതൊരു തരത്തിലും ഫലം പുറപ്പെടുവിക്കുന്നില്ല. ഈശോ പറയുകയാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയാതെ. നമ്മുടെ ജീവിതങ്ങളും നാം ജീവിക്കുന്ന നാട്ടില് മണ്ണില് വീണ് അഴിയാതെ, അതിന്റെ പുറന്തോട് പൊട്ടാതെ. പുറന്തോട് പൊട്ടുമ്പോൾ നമുക്കറിയാം, മണ്ണിലേക്ക് ഇടുന്നൊരു വിത്തിന്റെ ഉള്ളിലേക്ക് ആ നാടിന്റെ മാലിന്യങ്ങളൊക്കെ ഒഴുകിയിറങ്ങും. അങ്ങനെ അതിന് ജീവൻ പ്രാപിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അതിലെ ജീവൻ പുറത്തു വരാനിടയാവുള്ളൂ. ഞാൻ വളരെ ക്ലീനായിട്ട് നീറ്റായിട്ട് ഇങ്ങനെ എന്നെ മുറിക്കുള്ളിൽ തന്നെ ഇരുന്നാൽ ഈ പറഞ്ഞ തോട് പൊട്ടലുണ്ടാവില്ല, ജീവൻ പുറപ്പെടില്ല. അപ്പോൾ ഓരോ ജീവിതങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈശോ പറഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. ചെമ്പുപള്ളിയുടെ മുറ്റത്ത് ഒരുമാതിരി വിത്തുകളൊന്നും വീണാലും മുളയ്ക്കില്ല, നമുക്കറിയാം. കാരണം എന്താ? ടൈലിട്ടിരിക്കുകയാണ്. പല ജീവിതങ്ങളിലും ടൈലിട്ട അവസ്ഥയാ. ഫ്ലാറ്റ് സംസ്കാരം ടൈലിട്ട അവസ്ഥയാ. ആരോടും ഒന്നും ബന്ധമൊന്നുമില്ല. എല്ലാ സാധനങ്ങളും മാർക്കറ്റിൽ പോയാൽ കിട്ടും. ഒരു പച്ചമുളക് ചെടി പോലും ഒരുമാതിരി വീടുകളിലൊന്നുമില്ല. അതൊക്കെ ഡോറിന്റെ അടുത്ത് കൊണ്ടുകൊണ്ടൊന്നും കിട്ടും. ബന്ധങ്ങളും അതുപോലെയാ. ആരോടൊന്നും ബന്ധമൊന്നുമില്ല. ആരുടെയും ജീവിതങ്ങൾക്ക് വളമാകുന്ന, വെളിച്ചമാകുന്ന അവസ്ഥകളൊന്നുമില്ല. സ്വന്തം കാര്യം ചിന്താവാദം. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി ജീവിക്കുന്ന ഒരു അവസ്ഥ കൊണ്ടാണ് ഒരു തരത്തിലും അനുഗ്രഹത്തിന്റെ തരങ്ങൾ ഉണ്ടാകാത്തത്, ഇടപെടലുകളുടെ അവസ്ഥ ഉണ്ടാകാത്തത്. അങ്ങനെയുള്ളവർക്ക് രോഗം വരുമ്പോഴാണ് അയ്യോ പത്തേ എന്ന് പറഞ്ഞ് നിലവിളിക്കുക. കാരണം ആർക്ക് രോഗം വന്നപ്പോഴും നമ്മൾ ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് രോഗം വരുമ്പോൾ ആരും ഇടപെടാനില്ല. പണ്ടൊക്കെ അങ്ങനെയല്ല. ഏത് വീട്ടിൽ എന്ത് വിഷമത വന്നാലും, എന്ത് ആവശ്യം വന്നാലും, എന്ത് ആഘോഷം വന്നാലും എല്ലാവർക്കും വേണം. അതുകൊണ്ട് ജീവിതത്തിന് വലിയ ഒരു മനോഹാരിത ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലത്തെ സംഘർഷങ്ങളില്ല, നൈരാശ്യമില്ല, ആത്മഹത്യാ പ്രവണതയില്ല. അന്നൊക്കെ എല്ലാവരെയും സഹായിക്കും.
ഇന്നോ കേറ്ററിങ്ങാരുണ്ട്, നിങ്ങളെ ആശ്രയിക്കുന്നു വേണ്ട. ചേട്ടനനിയന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ പോലും പോരായ്മയാണ്. ഞാൻ പറയാം, നിങ്ങളെ ആശ്രയിക്കുന്ന പ്രശ്നത്തോടെ വരും. നിങ്ങളത് വലിയ കൈകാര്യം ചെയ്യാതിരുന്നാൽ മതി എന്ന് പറയും. ശരിയല്ലേ? അതൊക്കെ കേറ്ററിങ്ങാരെ ഏൽപ്പിച്ചിട്ട് അവർ വന്ന് കുറച്ചുകൂടി കൂടിയ ടീമാണെങ്കിൽ എല്ലാം സെറ്റ് ചെയ്തോളൂ. ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുക. എന്നാൽ അതുകൊണ്ട് തന്നെ ഈ ജീവിതങ്ങളോട്, ജീവിക്കുന്ന സാഹചര്യങ്ങളോടൊന്നും ബന്ധമൊന്നുമില്ല. അപ്പോ ആ രീതിയിൽ സുരക്ഷിതമാകാൻ പറ്റുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഓർത്തു പോകുന്നൊരു ഉദാഹരണമുണ്ട്. ഇന്നലെ അച്ഛൻ ഒരു താക്കോല് വാങ്ങിയ ഒരാളുടെ കയ്യിൽ. താക്കോല് വാങ്ങിയത് ഇങ്ങനെയാണ്. അതായത് ഞാൻ 2 പിള്ളേരെ അച്ഛൻ എടുത്ത് വന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് വിശേഷ വർത്താനങ്ങൾ പറഞ്ഞ് തിരിച്ചു പോയി. രാവിലെ അച്ഛൻ വന്നപ്പോൾ അച്ഛൻ മുറിയുടെയും പള്ളിയുടെയൊക്കെ വാതിൽ തുറന്നു കിടക്കും. അപ്പൊ എന്ത് പറ്റിയിട്ട് ഷാജി പൂട്ടിയിട്ടില്ല. അപ്പോ ഞാൻ ചോദിച്ചപ്പോൾ അത് പിള്ളേർ കൂടുതൽ അച്ഛനോട് പറഞ്ഞതിനെ അടിച്ചാൽ ഞാൻ എന്ന് പറഞ്ഞു. ഇനി മുതൽ അച്ഛനെ കാണാൻ ഇട്ടുകൂടി കഴിഞ്ഞൊന്നും ആരും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എന്ത് ശരിയും 8 മണി കഴിഞ്ഞ് അച്ഛനെ കാണാൻ വന്നാലേ സമ്മതിക്കുന്ന വാതിൽ തുറന്നു കൊടുക്കില്ല എന്ന്. ഇന്നലെ തന്നെ താർപ്പലം വാങ്ങിച്ചു രാജി അത് കൂട്ടണ്ട, പ്രശ്നം തീർന്നില്ലേ. കാരണം വിഷമിക്കുന്ന മനുഷ്യൻ വരുമ്പോ അച്ഛനെ 8 മണി കഴിഞ്ഞിട്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കേൾക്കുന്നവരെന്ന് ചിന്തിക്കും, ഈ അച്ഛൻ വന്നിട്ട് 24 മണിക്കൂർ പുരോഗതിനാണെന്നല്ല, എന്നിട്ട് രാത്രി ഒരു ആവശ്യത്തിൽ അച്ഛനെ കാണാൻ പറ്റാത്ത ഗേറ്റ് പള്ളിയൊക്കെ കൂട്ടിയിട്ടേക്കാണെന്ന് പറയും. ശരിയല്ലേ? മനസ്സിലായ? അപ്പോ അങ്ങനെ ജീവിതത്തിലും നാം നമ്മുടെ വാതിലുകളും ജീവിതങ്ങളുമൊക്കെ മറ്റാർക്കും കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ കൂട്ടിയിട്ടാല് മനുഷ്യനും വരില്ല, തമ്പുരാനുമില്ല. തോട് പൊട്ടലിന്റെ അവസ്ഥയാണ്. ഗോതമ്പണിയുടെ തോട് പൊട്ടലിന്റെ അവസ്ഥയെ കുറിച്ചാണ് പറയുക, ഉദാഹരണ സഹിതം. മനസ്സിലേക്കൊന്ന് ഓർമ്മകൾ ഉൾപ്പെടെ. അപ്പൊ ഈശോ എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ട് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണം. ഒരു നാട്ടിൽ ജീവിക്കുമ്പോഴാ നാട്ടിലെ മനുഷ്യരുടെ അവസ്ഥകൾ, പ്രത്യേകതകൾ, അവരുടെ ദുഃഖങ്ങള്, വേദനകള്, വെള്ളക്കെട്ടാണെങ്കിൽ വെള്ളക്കെട്ട്, വേനലാണെങ്കിൽ വേനല്, പകർച്ചവ്യാധിയാണെങ്കിൽ പകർച്ചവ്യാധി, കൊതുക് ശല്യമാണെങ്കിൽ അത്, ഇതിലൊക്കെ പങ്കുചേരാതെ ഒരിക്കലും പുറന്തോട് പൊട്ടിയാലും പുറന്തോട് പൊട്ടിയാലേ ഇതിനോടൊക്കെ ബന്ധം വരുള്ളൂ. മനുഷ്യവേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ഈശോ. അങ്ങനെ ഇറങ്ങിച്ചെന്ന മനുഷ്യനാണ്. അതാണ് ഈശോയുടെ ജീവിതത്തിന്റെ പ്രത്യേകത. ലാസറിന്റെ മരണം ആ കുടുംബത്തിലേക്ക് ജീവനെ തന്നെ അവഗണിച്ചുകൊണ്ട് കർത്താവ് കടന്നു ചെല്ലുകയാണ്. 12 പേരും തടസ്സം പറയുമ്പോഴും അവിടുന്ന് കടന്നു ചെല്ലുന്നുണ്ട്. കാരണം താൻ വന്നത് അതിനു വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് തുടർന്നു. തന്റെ ജീവനെ സ്നേഹിക്കുന്നവരെ നഷ്ടപ്പെടുത്തുന്നു. താൻ ചത്ത് മീൻ പിടിക്കുന്ന പറയാം, അങ്ങനെ ചൊല്ലില്ലേ? അല്ലെ കബരീനിയമ്മ 90 വയസ്സുള്ള കബരീനിയമ്മ ചോദിച്ചാല് സാധാരണ മനുഷ്യർക്കുള്ളതിനേക്കാളൊക്കെ വിജ്ഞാനമുള്ള കാര്യങ്ങൾ കിട്ടും. താൻ ചത്ത് മീൻ പിടിക്കില്ല എന്ന് ചിലർ പറയേ. കർത്താവ് നേരെ മറിച്ചാണ്. താൻ ചത്ത് തന്നെയാണ് മീൻ പിടിക്കുക. അപ്പോൾ ഈശോ പറഞ്ഞു, തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. ഇങ്ങനെ സ്വയം നൽകാതെ ഒരിക്കലും ഫലം പുറപ്പെടുത്താൻ സാധിക്കില്ല. എന്നിട്ടാണ് അവിടെ പറഞ്ഞത്, എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഈ വചനം വിശദീകരിക്കാൻ വേണ്ടിയാണ് ചിത്രത്തിലെ കാര്യങ്ങൾ പറഞ്ഞത്. യേശുവിനെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അവിടുത്തെ അനുഗമിക്കട്ടെ എന്നാണ്. അനുഗമിക്കട്ടെ എന്ന് പറയുമ്പോൾ ലൂക്ക 5-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളത്തിൽ ഓർമ്മയിൽ വരുന്നു. പത്രോസ്, അന്ത്രയോസ്, നിങ്ങൾ എന്നെ അനുഗമിക്കുക. ആ നിമിഷം മുതല് പത്രോസ് അനുഗമിക്കുകയാണ്. യേശു എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന്, യേശു എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അവര് അടുത്ത് കണ്ട് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഓരോ നിമിഷവും സഹായകമാണ്. ഇന്ന് അത്തരത്തില് ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യം മനസ്സിലാക്കാനിടയായത് ഇങ്ങനെയാണ്. ചില രാവിലെ കഴിഞ്ഞപ്പോൾ ടാപ്പിൽ വെള്ളമില്ല, അത് കഴിഞ്ഞ് താഴെ പോയി മോട്ടറൊക്കെ ഓൺ ചെയ്ത് മോട്ടർ പ്രവർത്തിക്കുന്നില്ല, എന്ത് ചെയ്യും? അപ്പോഴാണ് കർത്താവ് അച്ഛനെ ഓർമ്മിപ്പിച്ചത്, മോനെ നീ ഒന്ന് ഓർത്തു നോക്കിയ ബെഡിലകത്ത് കാലിത്തൊഴുത്തില്
എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചപ്പോ അവിടെ ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യമുള്ള ദിവസം അന്നല്ലേ? അങ്ങനെയല്ലേ? ഇല്ലേ അമ്മമാരെ? ശരിയാണ്. അപ്പോ അവിടെ ഒരിച്ചു വെള്ളം കൊണ്ടുവന്ന് തരാൻ ആരാ ഉണ്ടായിരുന്നേ? ആ ആട്ടിടയന്മാർ വന്ന ശേഷം അങ്ങനെ അവിടെ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്ന് പോലും പാതിരാവിലെ അവസരത്തിനും അറിയിക്കുന്നൊക്കെ മനസ്സിലാക്കാൻ പോലും പറ്റുമായിരുന്നു. നമ്മളെ നിങ്ങൾ പറഞ്ഞു തരിക. ജീവിതത്തിലെ ഓരോ സാഹചര്യത്തിലൂടെ അപ്പോഴാണ് കർത്താവ് എന്തിനാണ് ടാപ്പിലെ വെള്ളം തീർത്തതെന്ന് മനസ്സിലായത്. ക്രിസ്തുവിന്റെ ആ ജീവിത തലങ്ങളെ കുറിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും. ഈശോ പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവൻ. യേശുവിനെ അനുഗമിക്കുമ്പോഴാണ് അവിടുന്ന് ജീവിക്കുന്ന ആ ജീവിതത്തിന്റെ വിശദാംശങ്ങൾ അപ്പസ്തലന്മാർക്ക് ഉൾപ്പെടെ മനസ്സിലാവുക. 3 വർഷം അവിടുത്തെ കൂടെ നടന്നപ്പോൾ അതിനിടയ്ക്കൊക്കെ അവർ പലതരത്തിൽ പ്രതികരിക്കുന്നത് നമുക്കറിയാം. വിശക്കുന്ന മനുഷ്യരെ കണ്ടപ്പോൾ അവരെ പറഞ്ഞു വിടുക, കാരണം നമുക്ക് ആ കൂടെ 5 അപ്പമുള്ളൂ. ഈശോ പറഞ്ഞു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുക. കർത്താവെ അവിടേക്ക് പോകേണ്ടതിനെ കൊല്ലാൻ ആലോചിക്കുന്നു, ഇല്ല. പകരായി ഹേറോദേസ് കൊല്ലാൻ ആലോചിക്കുന്നു. ഇങ്ങനെയൊക്കെ പല വകുപ്പുകളുണ്ട്. ആ കുറുക്കനോട് എന്ന് പറയുക, ഇന്നും നാളെയും ഞാൻ എന്റെ ജോലി പൂർത്തിയാക്കും. വ്യക്തമായ ബോധ്യങ്ങളോടെയുള്ള പ്രതികരണങ്ങളാണ്. യേശുവിനെ അനുഗമിക്കുന്ന മനുഷ്യനെ ഇത് മനസ്സിലാവുക. നാം തിരുവചനം വായിക്കുന്നു, പുതിയ നിയമം പ്രത്യേകിച്ചും വായിക്കുന്നത് അതെ ഈ യേശുവിനെ അനുഗമിക്കലിന്റെ ഭാഗമായിട്ടാണ്. യേശുവിനെ അടുത്തറിയാൻ അവിടുന്ന് ചിന്തിച്ച, പറഞ്ഞ, പ്രവർത്തിച്ച രീതികൾ, അവിടുന്ന് ജീവിച്ച രീതികളുടെ വിശദാംശങ്ങൾ വ്യക്തതയോടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ മനസ്സിലാക്കി അവര് അനുഗമിക്കുന്നവരാകണം. തീർച്ചയായിട്ടും അതിൽ അവർക്ക് പോരായ്മകൾ വരുന്നുണ്ട്. അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. യേശുവിന്റെ ജീവിത ശൈലി അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. പക്ഷേ അവിടുന്ന് അത് മനസ്സിലാക്കാൻ അവരെ അനുവദിക്കുകയാണ്. അങ്ങനെ അവരതിൽ വളരുന്നത്, യേശുവിനോടുള്ള ബന്ധത്തിലും സ്നേഹത്തിലുമൊക്കെ അവര് വളരുന്നത് അങ്ങനെയാണ്. അതാണ് ഈശോ പറയുന്ന വചനത്തിലൂടെ, എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അതിനുശേഷം അവിടുന്ന് വെളിപ്പെടുത്തുകയാണ്, അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനുമായിരിക്കും. എത്രയോ വലിയ ഒരു സ്ഥാനക്കയറ്റമാണ് യേശു തന്നെ ശുശ്രൂഷിക്കുന്നവന് നൽകുന്നത് എന്ന് വ്യക്തമാക്കുക, തന്നെ അനുഗമിക്കുന്നവന് നൽകുന്നതെന്ന്. അവിടുന്ന് ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനുമായിരിക്കും. എന്നിട്ട് അവിടുന്ന് കൂട്ടിച്ചേർത്തു, എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. വളരെയേറെ ചിന്തിപ്പിച്ചിട്ടുള്ളൊരു വചനമാണ്. ദൈവം ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ, അതെ, പിതാവായ ദൈവം ബഹുമാനിക്കുന്ന മനുഷ്യനാരാണ്? യേശുവിനെ അനുഗമിക്കുന്നവൻ, യേശുവിനെ ശുശ്രൂഷിക്കുന്നവൻ. അങ്ങനെയുള്ളവനെ പിതാവായ ദൈവം ബഹുമാനിക്കും. നാം വിശുദ്ധരെ കുറിച്ചൊക്കെ ചിന്തിക്കാറുണ്ട്. വിശുദ്ധരെ ലോകം അംഗീകരിക്കുന്ന, സഭ അംഗീകരിക്കുന്നതിന്റെ യഥാർത്ഥ രഹസ്യം എന്താണ്? ദൈവം അവരെ അംഗീകരിച്ചു എന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇന്ന് ഈ കാലത്ത് ജീവിക്കുന്ന മനുഷ്യന് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ച ഒരു മനുഷ്യനെ കുറിച്ച് ഉൾപ്പെടെ ദൈവം അത്ഭുതങ്ങൾ വഴി, അടയാളങ്ങൾ വഴി സാക്ഷ്യപ്പെടുത്തുകയാണ്. അവളെ ദൈവം ബഹുമാനിക്കുന്നു എന്ന്. ഇന്നലെ അച്ഛൻ കാണാനിടയായൊരു വാർത്തയുടെ വിശദാംശം ഓർത്തുപോയി. സ്റ്റാൻ സ്വാമിയെ കുറിച്ച് ഇപ്പോൾ ഹൈക്കോടതിയിൽ പറയുകയാണ്, ആ മനുഷ്യൻ നല്ല മനുഷ്യനായിരുന്നു. മരണത്തിന് ശേഷമെങ്കിലും അങ്ങനെ പറയാൻ കോടതി തന്നെ തയ്യാറാകുന്ന അനുഭവം പലരുടെയും കണ്ണു തുറപ്പിക്കാൻ സഹായകമാണ്. ഇനി അത് യേശുവിന്റെ കാര്യത്തിൽ സംഭവിച്ചതാണ്. യേശുവിനെ കുറിച്ച് തന്നെ ശതാധിപൻ മരണശേഷമാണല്ലോ പറയുന്നത്, ആ മനുഷ്യൻ സത്യത്തില് നീതിമാനായിരുന്നു. പല മക്കൾക്കും ഇങ്ങനെയുള്ള തിരിച്ചറിവുണ്ടാകാറുണ്ട്.
അപ്പന്റെയും അമ്മയുടെയും സ്നേഹത്തെ കുറിച്ചൊക്കെ ഈ കാലഘട്ടത്തിലും പല മക്കൾക്കും മനസ്സിലാകുന്നത് മരിച്ചു കഴിയുമ്പോഴാണ്. എന്നിട്ട് പിന്നെ കല്ലറയുടെ മുമ്പിൽ ചെന്ന് കരച്ചിലും പിടിച്ചിടുവാണ്. അച്ഛൻ അത്തരത്തിൽ വേദനിക്കുന്ന ഇഷ്ടംപോലെ മനുഷ്യരെ കണ്ടെച്ചാൽ അമ്മ ജീവിച്ചിരുന്നപ്പോൾ അമ്മയെ സ്നേഹിക്കാൻ, അമ്മയുടെ സ്നേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യും? അത് തന്നെ ചോദിക്കണേ. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കാലത്ത് യേശുവിനെ അനുഗമിക്കാൻ, യേശുവിനെ അടുത്തറിയാൻ, യേശുവിനെ ശുശ്രൂഷിക്കാൻ, ആ യേശുവിനെ ഇന്ന് ജീവിക്കുന്ന മനുഷ്യരിൽ കണ്ട് ശുശ്രൂഷിക്കാൻ, അതിനാണ് വിശുദ്ധരുടെ ജീവിതങ്ങളൊക്കെ മാതൃകയാകുന്നത്. ഒരു മദർ തെരേസായുടെയോ ഒരു ഫാദർ ഡാമിയന്റെയോ അല്ലെങ്കിൽ ഒരു ഫാദർ കോൾബേയുടെയോ അല്ലെങ്കിൽ ഒരു ബിഷപ്പ് ബിഷപ്പിന്റെ പേര് മറന്നുപോയി, റൊമേയിരോയുടെയോ ഒക്കെ ജീവിതങ്ങൾ വളരെയേറെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു ജീവിതമാണ് ബിഷപ്പ് റൊമേയിരോയുടെ. ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബലിമധ്യേ കൂദാശാവചനങ്ങളുടെ മധ്യേ വെടിയേറ്റ് മരിച്ചു വീഴുന്നത് മെത്രാൻ. വത്തിക്കാനിൽ നിന്നുൾപ്പെടെ വ്യക്തമായ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. എന്താണ്? പിതാവ് സൂക്ഷിക്കണം, പിതാവിന്റെ ജീവനെയാണ് അവർ നോക്കിയിരിക്കുന്നത്, അവർ ഒന്നിനും മരിക്കില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബിഷപ്പ് പറയുന്നുണ്ട്, ഒരു മെത്രാൻ മരിക്കണം. പക്ഷെ എൽ സാൽവദോർ എന്ന നാട് ഉണരണം. അതിന് അൽഫോൻസാമയുടെ ഭാഷയിൽ പറഞ്ഞാല് റോസാ ചെടിയിലെ കടക്കിൽ കിടക്കുന്ന വട്ടയിലയും വെട്ടിയിലയുമാകാൻ അൽഫോൻസാമ തയ്യാറാവുകയാണ്. ഇതുപോലെ അതെ, എൽ സാൽവദോർ നാടിന്റെ കടക്കില് കിടക്കുന്ന ഒരു വട്ടയില പോലെ, ചവറ് പോലെ ആയിത്തീരാൻ ആ മനുഷ്യൻ മനസ്സു വെച്ചതിന് തയ്യാറായതിന്റെ പൂർണ്ണതയാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന ശരീരമാണ് എന്ന് പറഞ്ഞ, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തമാണെന്ന് പറഞ്ഞ നിമിഷം കൃത്യം അദ്ദേഹത്തിന്റെ നെറ്റിയിൽ തന്നെ വെടിയുണ്ട വന്ന് തറച്ച് ആ അൾത്താരയിൽ തന്നെ വീണും മരിക്കുകയാണ്. അപ്പോ എങ്ങനെയാണ് ഗോതമ്പുമണി നിരത്തി വീണ് അഴിയുന്നതെന്ന്, അതിന് തുടർച്ചയായി എങ്ങനെയാണ് അങ്ങനെയുള്ളവരെ പിതാവ് ബഹുമാനിക്കുന്നതെന്ന് ഇന്ന് വിശുദ്ധ റൊമേയിരോയാണ്. എങ്ങനെയാണ് മരിക്കുന്നത് എന്ന്, എങ്ങനെയാണ് പിതാവ് മഹത്വപ്പെടുത്തുന്നതെന്നൊക്കെ ജീവിതങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ കർത്താവ് വരച്ചു കാട്ടുകയാണ്. അവരുടെ മരണശേഷമെങ്കിലും അതെ, പിതാവ് ദൈവം അവരെ ബഹുമാനിച്ചുവെന്ന് എന്ന് പറഞ്ഞാൽ ഇന്നും ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ നാം അനുഗമിക്കുന്നവര്, ശുശ്രൂഷിക്കുന്നവര് ആണെങ്കിൽ നാളെ നമ്മെ പിതാവായ ദൈവം തന്നെ ബഹുമാനിക്കുമെന്ന് തിരുവചനത്തിലൂടെ അവിടുന്ന് നമുക്ക് ഉറപ്പ് നൽകുകയാണ്. ഇന്ന് ബലിയർപ്പിക്കുമ്പോൾ കർത്താവേ, ഈ വചനത്തിന്റെ വെളിച്ചം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അവിടുന്ന് പകരുമെന്ന്, ഞങ്ങളുടെ ബോധ്യങ്ങളെ, ഞങ്ങളുടെ പ്രവർത്തന രീതികളെ, അനുദിനമുള്ള അനുനിമിഷമുള്ള ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളെ ശക്തമായി ദൈവത്തെ അങ്ങയുടെ വചനം സ്വാധീനിക്കാൻ, അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ട് ഇടയാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബലിക്കായിട്ട്